കോഴിക്കോട് നഗരപരിധിയിലെ ശ്മശാനങ്ങളുടെ നവീകരണ നടപടിയിൽ കോർപ്പറേഷൻ വീഴ്ച വരുത്തിയതായി പരാതി. വെസ്റ്റ് ഹില്ലിൽ വർഷങ്ങൾ പഴക്കമുള്ള ശ്മശാനം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ തുടരുമ്പോൾ 1 വർഷം മുന്നേ ഇവിടെ നിർമ്മിച്ച പുതിയ വാതക ശ്മശാനം പോലും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ല. നഗരത്തിലെ ഏറ്റവും പഴക്കമുള്ള ശ്മശാനങ്ങളിലൊന്നാണ് വെസ്റ്റ് ഹില്ലിലേത്. ഒരു ദിവസം 10ലേറെ സംസ്കാരങ്ങൾ നടന്നുവരുന്ന ശ്മശാനം പക്ഷേ ഇപ്പോഴും പരിമിതികളാൽ വീർപ്പുമുട്ടുകയാണ്. പരമ്പരാഗത രീതിയിലുള്ള 4 ചൂളകൾ പൊട്ടിയും പൊളിഞ്ഞും ദയനീയ അവസ്ഥയിലാണ്. ഐവർമഠം രീതിയിൽ സംസ്കാരം നടത്തുന്ന ഷെഡുകൾ നിലം പൊത്താറായ നിലയിലും മഴ പെയ്താൽ മൃതദേഹം കത്തിക്കാനുള്ള വിറകുപോലും നനഞ്ഞുകുതിരുന്ന അവസ്ഥ. ഇവിടുത്തെ ഇതെല്ലാം കണ്ടില്ലേ എന്ന് വെച്ചാൽ കാടിൽ പിടിച്ച് ഒരു വൃത്തികേടും എല്ലാം കിടക്കുന്നുണ്ട്. നോക്കി ഇതിപ്പോൾ ഇതിപ്പം മഴക്കാലം ആയെങ്കിൽ ഫുള്ള് ചളിയെല്ലാം ഇവിടെ ഫുള്ള് പിന്നെ കാട് പിടിച്ച് കിടക്കണ കണ്ടില്ലേ. ശരിയായ രീതിയിലുള്ള പുകക്കുഴൽ സംവിധാനം പോലും ഇല്ലാത്തതിനാൽ ഓരോ മൃതദേഹവും കത്തിത്തീരും വരെ പരിസരവും പ്രദേശവും പുകയേറ്റ് ബുദ്ധിമുട്ടുകയാണ്. ചുറ്റുവട്ടത്ത് മുഴുവൻ ഈ താഴത്ത് വെച്ചിട്ട് ഇത് കത്തിക്കുന്നത് പ്രകാരം ഭയങ്കര പുകയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ബീച്ച് ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ എല്ലാ വീടുകളിലേക്കും പുക വൈകിട്ട് എപ്പോഴാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഇവിടെ ബോഡി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ്. ആധുനിക രീതിയിലുള്ള 2 വാതക ശ്മശാനങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന് നേരത്തെ പ്രവർത്തനം തുടങ്ങി ഇടയ്ക്ക് വെച്ച് പണിമുടക്കി. പുതുതായി നിർമ്മിച്ച മറ്റൊന്ന് ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടുമില്ല. നവീകരണത്തിന് ഫണ്ട് പാസ്സായിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ പറയുന്നുണ്ട്. എന്നാൽ ഈ മഴക്കാലത്ത് ഇത് നടപ്പിലാവാൻ പോകുന്നില്ല. നഗരത്തിലെ പല ശ്മശാനങ്ങളും സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.